തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ഉദ്യമോത്സവ് പോർട്ടലിൽ കയറുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. സ്റ്റുഡൻറ്റ് ഓർ എംപ്ലോയ്മെൻറ്റ് ID, അവിടെ നിങ്ങളുടെ കോളേജ് അഡ്മിഷൻ നമ്പർ ഫില്ല് ചെയ്യാം. ശേഷം നിങ്ങളുടെ കോളേജ് ID കാർഡ് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഐഡിയ മാത്രമായിട്ടുള്ളവർ ഐഡിയേഷൻ ഓർ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് സെലക്ട് ചെയ്യുക. വർക്കിംഗ് മോഡൽ അഥവാ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തവർ അത് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ടപ്പ് തുടങ്ങത്തക്കവണ്ണം റെഡി ആയിട്ടുള്ളവർ ബിസിനസ് മോഡൽ ഓർ സ്റ്റാർട്ടപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. മിനി പ്രോജക്റ്റ് ഓർ മെയിൻ പ്രോജക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഡസ്ട്രിയുടെ പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇൻഡസ്ട്രി പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം പ്രോജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊജക്റ്റ് ഏത് സെക്ടറിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോജക്റ്റ് ഏത് ടൈപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ് ആണോ സർവീസാണോ? തന്നിരിക്കുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും അനുയോജ്യമായത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോജക്റ്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം പാരഗ്രാഫായിട്ട് എഴുതുക. നിങ്ങളുടെ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫിൽ കൊടുക്കുക. യൂണിക് ഫീച്ചേഴ്സ് ഓർ അഡ്വാൻറ്റേജസ് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻ എങ്ങനെ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് പേറ്റൻ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റിന് ഇതുവരെ എന്തെങ്കിലും ഗ്രാൻഡ് സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇപ്പം യെസ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, എത്ര ഫണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുതലായ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുകയോ ഫില്ല് ചെയ്യുകയോ ചെയ്യുക. ഫോം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ടീംമേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ടീം മെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക.